അമേരിക്കയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ സംസാരിച്ചതാണ് ട്രംപ് ഏർപ്പെടുത്തിയ പകരച്ചുങ്കത്തെക്കുറിച്ചിട്ട്. ആ പകരച്ചുങ്കത്തെ തുടർന്ന് ലോകമാകെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നീട് ഇന്നലെ ട്രംപ് ആ തീരുമാനം പിൻവലിച്ചിരിക്കുകയാണ്. അതായത് 90 ദിവസത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള 10% പകരച്ചുങ്കം രാജ്യങ്ങൾക്കുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ചൈനയെ ട്രംപ് ഒഴിവാക്കിയിട്ടുണ്ട്. കൂടാതെ ചൈനയ്ക്ക് മേലുള്ള തീരുവ ഇരട്ടിയായിട്ട് ചുമത്തിയിട്ടുമുണ്ട്. ഇതിലേക്കാണ് പോകുന്നത്. അജിംസെ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അടക്കം പങ്കുവച്ച ആശങ്കകൾ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നതാണ്. ട്രംപ് പെട്ടെന്ന് ഇങ്ങനൊരു യു-ടേൺ, അല്ലെങ്കിൽ ഒരു 90 ദിവസത്തെ സമയം, അല്ലേ, അതെന്തായിരിക്കും അങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയി? എന്തായിരിക്കും എന്നുള്ള ട്രംപിൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ലോജിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലില്ല. വളരെ ഇമ്പൾസീവായി, വളരെ ഇല്ലോജിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വശത്ത് അദ്ദേഹം താരിഫ് ഉയർത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ ആശങ്കയിൽ ലോകത്ത് റിസഷൻ വരുമോ എന്നൊക്കെ ആളുകൾ ഭയപ്പെടുന്നു. ഓഹരി വിപണി കൂപ്പുകുത്തുന്നു. ഇങ്ങനെയുള്ള വലിയ കയോസ് ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇന്നലെ രാവിലെ, അതായത് അമേരിക്കൻ ടൈം ഇന്നലെ രാവിലെ, അദ്ദേഹം ഈ താരിഫിൽ നിന്ന് പിന്മാറുകയാണ്. ഒട്ടുമിക്ക രാജ്യങ്ങൾ ചൈനയ്ക്ക് എതിരെയുള്ള താരിഫ് 125% ഉയർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം അതിൽ നിന്ന് പിന്മാറി 10% ബേസ് താരിഫാക്കി നിലനിർത്തുകയാണ്. അതിന് തൊട്ട് മുമ്പ്, ഏതാണ്ട് 2 മണിക്കൂർ മുമ്പ്, അദ്ദേഹം ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ബൈ എന്ന് പറഞ്ഞിട്ടൊരു ഒറ്റ വരി ട്വീറ്റ്. എന്താണ് അർത്ഥം? അതായത് അദ്ദേഹം മണിക്കൂറുകൾക്കകം ഈ താരിഫ് പിൻവലിക്കാൻ പോകുന്നു. അതിന് 2 മണിക്കൂർ മുമ്പ് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നു, ദിസ് ഈസ് ബെസ്റ്റ് ടൈം ടു ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് മൊത്തം ഇടിഞ്ഞ് നിൽക്കുകയാണ്. സ്റ്റോക്ക് മൊത്തം ഇടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഓഹരി വാങ്ങിക്കോളൂ എന്ന മെസ്സേജാണ് കൊടുക്കുന്നത്. ഓഹരി വാങ്ങിക്കോളൂ. നമ്മൾ കാണുന്നത് എന്താ? ഇദ്ദേഹം താരിഫ് പിൻവലിച്ച ഉടനെ തന്നെ ഓഹരി വിപണി കുതിച്ചു വരുന്നു. അപ്പോൾ ഇതിനെതിരെ ഇപ്പോൾ അമേരിക്കയിൽ വലിയ തോതിലുള്ള രൂക്ഷമായ വിമർശനം, അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്വേഷണം നടത്തും എന്ന് കോൺഗ്രസ് അംഗങ്ങൾ തന്നെ പറയുകയാണ്. ഞങ്ങൾ അന്വേഷിക്കുക, അവർക്ക് അന്വേഷിക്കാനുള്ള റൈറ്റ് ഉണ്ട്, ഞങ്ങൾ അന്വേഷിക്കാൻ പോവുകയാണ്. എന്താ കാര്യം? ഇത് ഒരു ഇൻസൈഡ് ജോബായിരുന്നു, ഒരു ഇൻസൈഡ് ട്രേഡ് ആയിരുന്നു എന്നൊക്കെ അവർക്ക് സംശയമുണ്ട്. കാരണം ഞാൻ താരിഫ് പിൻവലിക്കാൻ പോവുകയാണെന്ന് ട്രംപിന് ബന്ധമുള്ള ആളോട് മെസ്സേജ് കൊടുത്താൽ പോരെ? ട്രംപിന് പരിചയമുള്ള മെസ്സേജ് കൊടുത്താൽ അവർ മൊത്തം സ്റ്റോക്ക് വാങ്ങിക്കൂട്ടും. വൻ ലാഭം, വൻ കൊള്ള നടക്കും അവിടെ. അതായത് സ്റ്റോക്ക് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അത് വലിയ തോതിൽ പ്രശ്നമായിരിക്കുകയാണ്. ഇന്നലെ അമേരിക്കൻ കോൺഗ്രസ്സിൽ ഈ ട്രംപിൻ്റെ ഒരു ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, വാണിജ്യ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളെ, ഇയാളുടെ ഈ ഹിയറിംഗ് ഉണ്ടായിരുന്നു. അതിൽ ചോദിക്കുന്നുണ്ട്, ഇത് ഒരു കോൺഗ്രസ് അംഗം ചോദിക്കുകയാണ് അദ്ദേഹത്തോട്, ഇത് സ്റ്റോക്ക് മാനിപ്പുലേഷൻ അല്ലാതെ മറ്റെന്താണ്? അദ്ദേഹത്തിന് ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഗ്രില്ലിയാണ് യഥാർത്ഥത്തിൽ, അക്ഷരാർത്ഥത്തിൽ ഗ്രില്ലിയാണ് ഇരുത്തിക്കൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി ഇതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുമോ? അതായത് ഇപ്പോൾ അദ്ദേഹം മെയ് വരെ മറ്റാണ് നീട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. മെയ് വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ ട്രംപിന് അനുകൂലിക്കുന്നവർ വാദിക്കുന്ന ഒരു കാര്യം, ഇത് നെഗോഷിയേഷന് വേണ്ടിയാണ്. അതായത് വലിയൊരു ത്രെറ്റ് മുന്നിൽ വയ്ക്കുക, എന്നിട്ട് മറ്റുള്ളവരെ മുട്ടിൽ വരുത്തുക, അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക. പക്ഷേ ഇതേ ട്രംപ് തന്നെ പറയും, ഇത് നെഗോഷിയേഷൻ അല്ല എന്ന് പറയും. ഞങ്ങൾ എന്നത്തേക്കുമായി താരിഫ് ഉയർത്തുന്നതാണ്, ഇത് നെഗോഷിയേഷൻ അല്ല എന്ന് പറയും. അതേസമയം ട്രംപിൻ്റെ കൂടെയുള്ള ഇത് നെഗോഷിയേഷൻ ആണെന്ന് പറയും. ഇതിൽ ആരെന്ത് വിശ്വസിക്കും? അപ്പോൾ ഇത് മൊത്തത്തിലൊരു കയോട്ടിക് സിറ്റുവേഷനാണ് ഉണ്ടാക്കുന്നത് എന്ന് അമേരിക്കയിൽ ബഹുഭൂരിഭാഗം ഇപ്പോൾ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പ്യൂ റിസർച്ച് കഴിഞ്ഞ ദിവസത്തെ അവരുടെ സർവേ ഉണ്ട്. ഈ ട്രംപ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഈ ട്രേഡ് വാർ ഉൾപ്പെടെ, വിദേശ നയം ഉൾപ്പെടെ 3 കാര്യങ്ങളാണ് അവർ അന്വേഷിച്ചത്. ഒന്ന് ചൈനയുമായിട്ടുള്ള ട്രേഡ് വാർ, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് വാർ, താരിഫ് യുദ്ധം. മറ്റൊന്ന് ഗസ ഏറ്റെടുക്കൽ, ഗ്രീൻലാൻഡ് ഏറ്റെടുക്കൽ. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. ബഹുഭൂരിഭാഗം ആളുകൾക്കും ഈ ട്രംപ് പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഗസ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ബഹുഭൂരിഭാഗം അമേരിക്കക്കാരും എതിരാണ്. ഇതെന്ത് പൊട്ടത്തരാണ് ഇദ്ദേഹം പറയുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള എതിർപ്പുണ്ട്. എന്ത് കാര്യത്തിന്, എന്തിനു വേണ്ടിയെന്നാണ് അവർ ചോദിക്കുന്നത്. ഇനി താരിഫ് വാറിനെ കുറിച്ച്, താരിഫ് വാർ ഏതെങ്കിലും അർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഗുണമാവുമോ? ഇപ്പോൾ ചൈന ട്രോൾ വീഡിയോസ് ഇറക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ താരിഫ് വാറിന് ശേഷം ഇപ്പം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണല്ലോ പറയുക. അപ്പോൾ അമേരിക്കയിലേക്ക് കൂടുതൽ ഉൽപ്പാദനം കൊണ്ടുവരിക, കമ്പനികളൊക്കെ അവിടെ തുടങ്ങുക, അവിടെ നിന്ന് ഉൽപ്പാദനം നടത്തുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ലക്ഷ്യം. അവർ ഒബീസായിട്ടുള്ള കുറച്ച് അമേരിക്കക്കാർ എന്താണ് വസ്ത്രങ്ങൾ തുന്നുന്നതും ഷൂവിന് ലേസ് കെട്ടുന്നത്, അതായത് ഇലോൺ മസ്കും ട്രംപും ഷൂ ഉണ്ടാക്കണം, ഷൂവിന് ലേസ് കെട്ടുന്ന വീഡിയോ ഒക്കെ അവർ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നാണ് ചൈന പറയുന്നത്. പക്ഷേ ചൈന റിട്ടാലിയേറ്റ് ചെയ്യുമ്പോൾ പോലും ചൈനയ്ക്കും ഇത് തിരിച്ചടിയാവുന്നുണ്ട് ഒരർത്ഥത്തിൽ. കാരണം വെച്ചാൽ ഇതൊരു ഗ്ലോബൽ കയോസാണ്. എങ്ങനെയാണെങ്കിലും എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അമേരിക്കയെ മാത്രമല്ല ബാധിക്കുന്നത്, ചൈനയെ ബാധിക്കും, ഇന്ത്യയെ ബാധിക്കും, എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. ഇനി മറ്റൊന്ന്, ഇത് നെഗോഷിയേഷനിലേക്ക് പോകുകയാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇനിയുള്ള മെയ് വരെയുള്ള സമയത്ത് ട്രംപ് എന്നൊരു വൃത്തികെട്ട വാക്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ രാജ്യങ്ങളൊക്കെ എൻ്റെ പുറകടക്കുകയാണ്.
പുറകെ നടക്കുകയാണ് നെഗോഷിയേഷന് വേണ്ടി എന്നാണ്. ഓക്കെ, അത് സമ്മതിക്കുക. അപ്പോൾ ഇന്ത്യ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം. ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ ഒക്കെ ഇതിനുവേണ്ടി ശ്രമിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ഇനി എന്താണ് നെഗോഷിയേറ്റ് ചെയ്യുക? നെഗോഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളുടെ താരിഫ് കുറയ്ക്കണം. ഇപ്പോൾ ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വലിയ താരിഫുള്ള രാജ്യമാണ്. നമ്മൾ താരിഫ് കിങ് ആണ് എന്നാണ് പറയുന്നത്. ട്രംപ് തന്നെ മോദിയെ മുൻനിർത്തി പറഞ്ഞതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹാർലി ഡേവിഡ്സൻ്റെ ഇവിടുത്തെ വില അറിയാം നമുക്ക്. ഐഫോണിന് നമ്മൾ എത്ര വില കൊടുക്കേണ്ടി വരും നമുക്കറിയാം. അപ്പോൾ നമ്മൾ താരിഫ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഉൽപ്പാദനത്തെയാണ് അത് ബാധിക്കുക, ഇന്ത്യൻ ഉൽപ്പാദനത്തെ ബാധിക്കും. അപ്പോൾ ഇത് ആർക്കാണ് ഇത് ഗുണം ചെയ്യുക? അമേരിക്കയ്ക്ക് ഗുണം ചെയ്യുന്നതാണോ? ഇന്ത്യക്കും ജപ്പാനും സൗത്ത് കൊറിയയ്ക്കും ഗുണം ചെയ്യുന്നതാണോ? കാനഡയ്ക്ക് ഗുണം ചെയ്യുന്നതാണോ? ഇതൊരു വലിയ കയോസിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ട്രംപ് ഡീലിൻ്റെ ആളാണ്, ഡീൽ നടത്തിയെല്ലാം റെഡിയാക്കും, അതിനുള്ള ഗട്ട്സ് അദ്ദേഹത്തിനുണ്ടെന്ന് പറയും. പക്ഷേ ഈ ഡീൽ നടത്തണമെങ്കിൽ ഒരു വിസ്ഡം വേണ്ടേ സികേഷേ? ഞാൻ ഒരാളെ ഭീഷണിപ്പെടുത്തി ഒരു കാര്യത്തിൽ നിർബന്ധിച്ച് ഒരു ഡീലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് അതിനുള്ള ഇൻ്റലിജൻസും വിസ്ഡവും വേണം. അതായത് ഭൂമി കച്ചവടവും കാളക്കച്ചവടം പോലെയല്ല ഡിപ്ലോമസിയും സ്റ്റേറ്റ്സ്മാൻഷിപ്പും എന്ന് പറയുന്നത്. അത് നമുക്ക് തോന്നും പോലെ ചെയ്യാൻ കഴിയില്ല. കാരണം തോന്നും പോലെ ചെയ്തിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് മനുഷ്യർ തമ്മിലുള്ള ബന്ധം വഷളാവുന്നത് പോലെ തന്നെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും വഷളാവുന്നത്. അത് ചെറിയ ചില ജസ്റ്റർ, ചെറിയൊരു ബിഹേവിയർ. ഇപ്പോൾ ഞാനും സികേഷും തമ്മിൽ നല്ല സൗഹൃദമുണ്ട്. എൻ്റെ ഏതെങ്കിലും ഒരു പെരുമാറ്റം സികേഷിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നമ്മളുള്ള ബന്ധത്തെ വഷളാക്കും എന്നതുപോലെ ഒരു രാജ്യം മറ്റു രാജ്യത്തോട് പെരുമാറുന്നതും ഈ മനുഷ്യർ തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ്. അത് പിന്നീട് അത് കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കും, അവിശ്വാസം രൂപപ്പെടും. അതാണ് പ്രധാനം. ഇപ്പോൾ അമേരിക്കയുടെ എല്ലാം എന്താണ് പറയുക, സാമ്രാജ്യത്വ രാഷ്ട്രീയം, സാമ്രാജ്യത്വ ശൈലി, ഇതൊക്കെ വിമർശനാത്മകമായി നിലനിൽക്കെ തന്നെ അമേരിക്ക എന്ന രാജ്യത്തിന് ലോകത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതൊരു വലിയ ഡെമോക്രസിയാണ്, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അതുപോലെ അവർക്കൊരു നിർണായകമായ സ്വാധീനം ലോകരാഷ്ട്രീയത്തിലുണ്ട്. ഇത് മുഴുവൻ കളഞ്ഞു കുളിക്കുകയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ട്രംപ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയെ ലോകരാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും സ്വാധീനമില്ലാത്ത ഒരു നിർണായക ശക്തി അല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കൻ ജനത എപ്പോൾ തിരിച്ചറിയുമെന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞ് കൈയടിക്കാൻ നമ്മുടെ രാജ്യത്തെ കാണുന്ന പോലെ അവിടെയും ആളുകളുണ്ട് എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരേ ഒരു കരുത്ത്. അത് തിരിച്ചറിയുന്ന നിമിഷം ട്രംപ് വീഴും. നിഷാദെ, ഇതിൽ കാണേണ്ടതൊരു ചൈനയുടെ ഒരു വെല്ലുവിളിയാണ്. കാരണം ഒരു ചർച്ചയാകാമെന്നൊക്കെ ട്രംപ് പറയുന്ന ഒരു ഘട്ടത്തിൽ പോലും ചൈന അതിനോടൊരു അനുകൂല സമീപനം സ്വീകരിക്കുന്നില്ല. പകരം ഇത് കണക്ക് തീരുവ ഇരട്ടിയായിട്ട് കൂട്ടുന്നു. അതുകൂടാതെ കുറേ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നു, അല്ലെ കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കടുത്ത നിലപാടാണ് ചൈന ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഒരു അനുനയ സമീപനത്തിലേക്ക് പോകാം, അല്ലെ കുറേ രാജ്യങ്ങൾ തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ട്രംപ് പറയുമ്പോഴും ചൈനയുടെ ഈ ഒരു വെല്ലുവിളിനെ എങ്ങനെയാണ് കാണുന്നത്? ചൈന അമേരിക്കയുമായിട്ട് കോംപ്രമൈസിന് ഞങ്ങളില്ല എന്നാണ് ഇപ്പോഴും പ്രഖ്യാപിക്കുന്നത്. അവസാന സമയം വരെയും ഞങ്ങളുടെ പോരാട്ടം തുടരുമെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ കാണിക്കുന്ന ഈ അബദ്ധങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പ്രതികാര ബുദ്ധിയോടെ കാണിക്കുന്ന ഈ എടുത്തിയാട്ടങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽത്തി ഡിബേറ്റ് സാധ്യമല്ലെന്നാണ് അവർ കാണുന്ന കാര്യം. ഇത് ഒരു സാധാരണ നിലയ്ക്ക് സ്വാഭാവികമായി രൂപപ്പെട്ടു വന്നൊരു പ്രശ്നമല്ല. ഒരു മനുഷ്യൻ അയാളുടെ വിവേകശൂന്യമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തോട് എങ്ങനെയാണ് ഒരു ഹെൽത്തി ഡിബേറ്റ് സാധ്യമാവുക എന്ന് ചൈന സ്വാഭാവികമായും വിചാരിക്കുന്നുണ്ടാവും. ഒപ്പം ചൈനയോട് ഒരു രാഷ്ട്രം നിലയ്ക്കുള്ള പ്രതികാര ബുദ്ധി അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചൈനയുടെ ഒരു എന്താ പറയുന്നത്, സ്വാധീന ശക്തി കുറയ്ക്കുക, ചൈനയുടെ വളർച്ച തടയുക, ചൈനയെ ദുർബലപ്പെടുത്തുക പോലെയുള്ള വലിയ പ്രതികാര ആലോചന അതിനകത്തുണ്ട്. അപ്പോൾ അതിനോട് കോംപ്രമൈസ് ചെയ്യുക ചൈനയ്ക്ക് എത്ര കഴിയും? മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഏർപ്പെടുന്ന പോലെയല്ല, ചൈനയുടെ ഒരു നേതൃത്വ സ്വഭാവം അതിൽ തകർക്കണം. ചൈന എടുക്കുന്ന മുന്നോട്ട് പോകുമ്പോൾ അവർ നേടുന്ന കാര്യങ്ങളെയൊക്കെ നമുക്കൊന്ന് ദുർബലപ്പെടുത്തുന്ന ആലോചനത്തുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന എന്തുമാത്രം അതിനകത്ത് കോംപ്രമൈസിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൈന മാക്സിമത്തിൽ പോകാനാണ് സാധ്യത. എന്ന് മാത്രമല്ല, ചൈനയ്ക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചൈന ലോകത്തെ ഏറ്റവും വലിയ എക്സ്പോർട്ടിംഗ് രാജ്യങ്ങളിലൊന്നാണ്, ലോകത്തെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹബ്ബുകളിലൊന്നാണ്. അവരെ സംബന്ധിച്ച് അമേരിക്ക മാത്രമല്ല, അമേരിക്ക അവരുടെ മൂന്നാമത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഇന്ത്യ ഉണ്ട്, ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുണ്ട്, ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ട്. അപ്പോൾ ഈ ചൈനയെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടെ ഡൈവേഴ്സിഫൈ ചെയ്യാം, കൂടുതൽ പുതിയ വ്യാപാര പങ്കാളികളെ കണ്ടെത്താം, പുതിയ സാധ്യതകൾ ആരായാം, പോലുള്ള ഓപ്ഷൻസ് അവരുടെ മുമ്പിലുണ്ട്. വേഗം ചൈന വീണുപോകുമെന്ന് വിചാരിക്കാൻ നിർവാഹമൊന്നുമില്ല. എന്നാൽ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് നിന്ന് പോകുകയെന്ന് വെച്ചാൽ ചൈനയുടെ GDP അത് ബാധിക്കാവുന്ന ഒന്നാണ്. ചൈനയുടെ എക്സ്പോർട്ടിംഗ് മേഖല തകരാം, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകൾ കുറയും, അവിടുത്തെ തൊഴിൽ നഷ്ടം ഭയങ്കരമായിട്ട് മാറാം, ഉണ്ടാവാം. ഈ പ്രശ്നം ചൈന അഭിമുഖീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിൻ്റെ ഒരു ദുരന്തം, നേരത്തെ ഇപ്പോൾ അജിംസ് പറഞ്ഞ ഒരു വീഡിയോ പറഞ്ഞില്ല, അതായത് നിങ്ങൾ ടെക്സ്റ്റൈൽ സംഗതികളെല്ലാം വീട്ടിൽ നിന്നുണ്ടാക്കുമോ എന്ന ചോദ്യം ചൈന ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം അമേരിക്കക്കാർക്ക് കണ്ടെത്താൻ കഴിയില്ല.
ഇപ്പോൾ ഈ ചൈനയിൽ നിന്നുള്ള സംഗതികളെല്ലാം നിരോധിക്കാൻ ശ്രമിച്ചാൽ ആൾക്കാർ പറയും കൊക്കൈനൊക്കെയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിലേക്ക് എന്താ പറയുന്നത് കള്ളക്കടത്തായി കൊണ്ടുവരുന്നത്. ഇനി അമേരിക്കയിലേക്ക് കള്ളക്കടത്തായി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇതുപോലുള്ള ചൈനീസ് മെയ്ഡ് ഐറ്റംസ് ആയിരിക്കും. ഐഫോണൊക്കെ ആയിരിക്കും ഇനി കള്ളക്കടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ. ഡ്രഗ് കള്ളക്കടത്തുന്ന അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ്സ് അവിടുത്തെ കള്ളക്കടത്തുകാർക്ക് ഉണ്ടാകുന്ന ചൈനീസ് പ്രോഡക്റ്റ് കടത്തുമ്പോഴായിരിക്കും. കാരണം അല്ലെങ്കിൽ അമേരിക്കയെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതും ഭയങ്കര ഭാരമായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അളിയൻ. അപ്പോൾ ആ പ്രശ്നം അമേരിക്കയ്ക്കും ഉണ്ടാവും. അമേരിക്കയെ സംബന്ധിച്ചും അവരുടെ അകത്തുണ്ടാകുന്ന ഈ പറയുന്ന എന്താ പറയുക വിലക്കയറ്റം എന്ന് പറയുന്നത് താങ്ങാൻ കഴിയില്ല. അതുണ്ടാക്കുന്ന ആഭ്യന്തര സമ്മർദ്ദം വലുതായിരിക്കും. അതുണ്ടാക്കാൻ പോകുന്ന എന്താ പറയുന്നത് സാമ്പത്തിക ഞെരുക്കം മീൻസ് എന്താണ് മാന്ദ്യം, അത് വലുതായിരിക്കും. സോ ഇത് രണ്ടുപേരും അനുഭവിക്കാൻ പോകുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ പോസ് എടുക്കുന്നത്? ഇത്രയും രാജ്യങ്ങൾക്ക് 90 ദിവസത്തേക്ക് പോസ് എന്തിനാണ്? ചൈനയായിട്ടൊരു ഫൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കി എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ള തുറന്ന യുദ്ധം അമേരിക്കയ്ക്ക് താങ്ങാൻ പറ്റില്ല. ചൈനയാണല്ലോ പ്രധാന ശത്രു. ചൈനയോട് മുട്ടി നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവർക്ക് റിലാക്സേഷൻ കൊടുക്കണം. അവരോട് ഞങ്ങളിപ്പോൾ ചർച്ച നടത്താൻ പോവുകയാണ്, അവർ ചില റിക്വസ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. ഓൾറെഡി നേരത്തെ ഞങ്ങൾ തീരുമാനമെടുത്ത് പ്രഖ്യാപിക്കുന്ന താരിഫിനകത്ത് എന്തിനാണ് റിക്വസ്റ്റ് പരിഗണിക്കുന്നതിനാണ്? അപ്പോൾ അതെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് അപ്രതീക്ഷിതമായി ഇത് പോസ് ചെയ്യുന്നത് എന്തിനാണ്? ചൈനയുമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ ബാക്കി പോസ് ചെയ്തേ പറ്റൂ. എല്ലാം കൂടെ പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്ക് പറ്റില്ല. കാരണം ഇത് എല്ലാവരുടെയും സർവൈവലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, നമ്മളൊരു ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു മാന്ദ്യം അനുഭവിക്കാൻ പോവുകയാണ് എന്ന വലിയ മുന്നറിയിപ്പ് അവിടുത്തെ സാമ്പത്തിക മേഖലയിൽ നിന്നുണ്ട്. അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വീഴുന്നത് നമ്മൾ കാണുന്നതാണ്. ഒപ്പം ഈ പറയുന്നത് ഭയങ്കരമായ ജനവികാരം എതിരാകുന്നുണ്ട്. കാരണം ജനങ്ങൾ നേരിട്ട് ഇതിൻ്റെ അനുഭവസ്ഥരായി മാറാൻ പോവാണല്ലോ. സോ ആ ഭയപ്പാട്, ആ ഉണ്ടാക്കുന്ന സമ്മർദ്ദം ട്രംപിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പോസ് ഏർപ്പാടാക്കുന്നതെന്ന് വിചാരിക്കണം. ഇതുമായിട്ട് അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് എന്തുമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈനയെ വീഴ്ത്താനായി ഉദ്ദേശമെങ്കിൽ ചൈന അവരും അവരുടെ മാക്സിമത്തിലാണ്, ഇവരും അത് വേഗത്തിൽ ചൈന കോംപ്രമൈസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ത്യ പോലെ രാജ്യങ്ങളുടെ കാര്യം ആലോചിക്കുന്നതാണ്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ, പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അത് നമ്മൾ പറയുന്ന കേട്ടവർക്കും ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും അടുത്ത പേഴ്സണലായിട്ടുള്ള സുഹൃത്ത് മോദിയാണെന്ന് വിചാരിക്കും. പക്ഷേ ട്രംപ് വീണ്ടും അധികാരത്തിൽ നിന്ന് ശേഷം ദോഷമല്ലാതെ ഗുണം എന്തെങ്കിലും നമുക്കുണ്ടായിട്ടുണ്ടോ? ആകെ ഒരു ഗുണം ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെയൊക്കെ അഭിമാനമായ ഗൗതം അദാനി എന്ന് പറയുന്ന ഒരു വ്യവസായിയുണ്ട്. അദ്ദേഹത്തിനെതിരെ അമേരിക്കയിൽ കേസുണ്ട്. അത് അധികം ദൂരം മുന്നോട്ട് പോയിട്ടില്ല. അത് മുന്നോട്ട് പോകണമെങ്കിൽ ഗൗതം അദാനി പെടും. അത് നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതായിരിക്കില്ല. ശരിക്കും ലിറ്ററലി നഷ്ടം ഉണ്ടാകും. കാരണം അദ്ദേഹം പൂട്ടിപ്പോയാൽ നമ്മുടെ ഇതിൽ ബാങ്കുകൾ കൊടുക്കുന്ന ലോണ് 10,000 കോടികളാണ്. അദാനിക്ക് വല്ലതും പറ്റിപ്പോവുക, അമേരിക്കയിലേക്ക് അദ്ദേഹം പെടുക എന്ന് വെച്ചാൽ അദ്ദേഹം എടുത്ത ലോണിന് കാര്യത്തിലും പറയും. ഒന്നാമത് ഈ ലോഹരിക്കൊക്കെ ഇല്ലാത്ത മൂല്യം പെരുപ്പിച്ച് വെച്ചാൽ ലോകത്തില്ലാത്ത ലോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരമാണ്. അത് നരേന്ദ്രമോദിയുടെ ഫ്രണ്ടായിട്ടുള്ള അദാനിക്ക് അങ്ങനെ ഒരു സഹായം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ നിന്ന് കുറേ വിമാനമൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നതായി കേൾക്കുന്നു. എന്തൊക്കെയോ അവരാവശ്യപ്പെട്ട സാധനമൊക്കെ നമ്മൾ വാങ്ങിക്കാൻ പോവാണ്. നോക്കൂ, ഈ താരിഫ് ഉയർത്തുക വഴി ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ ഭയങ്കരമായിട്ട് ബാധിക്കാൻ പോവാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു GDP വളർച്ചയെക്കുറിച്ച് നമ്മുടെ ഒരു പ്രഡിക്ഷൻ ഉണ്ടല്ലോ, അതിനെ കുത്തി ഇടിക്കാൻ പോകുന്നതാണ് ഇപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നയം. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൗണ്ടർ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? നമ്മളുടെ വലിയ തൊഴിലില്ലായ്മ വരാൻ പോവാണ്. ഈ ആഗോള കച്ചവട രംഗം മൊത്തത്തിലുള്ള അനിശ്ചിതാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് പണം ഇറക്കില്ല. എല്ലാവരും മടിച്ചിരിക്കണം, ആരും പൈസ ഇറക്കില്ലല്ലോ. അപ്പോൾ എന്താ സംഭവിക്കാൻ? തൊഴിൽ മേഖല തകരാൻ പോകുന്നു, എക്സ്പോർട്ട് മേഖല തകരാൻ പോകുന്നു. നമ്മുടെ ഇവിടുത്തെ ടെക്സ്റ്റൈൽ മേഖല, ഇന്ത്യ വലിയ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടാണ്. നമ്മുടെ ഗോൾഡൻ ഡയമണ്ട്സ് മേഖല, മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെ മേഖല, ഈ മേഖലയെല്ലാം, ഭക്ഷ്യോൽപ്പന്ന മേഖല, ഇവയെല്ലാം വലിയ തിരിച്ചടി അഭിമുഖീകരിക്കാൻ പോകണം. എന്താണ് ഇന്ത്യയുടെ കയ്യിലുള്ള കൗണ്ടർ പ്ലാൻ? ഓക്കെ, ഭ്രാന്ത് പിടിച്ച ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്തൊക്കെയോ ചെയ്തു കൂട്ടാണ്. നമുക്ക് ഇവിടുത്തെ കച്ചവട മേഖലയെ പരിപോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പുതിയ പാർട്ട്നേഴ്സിനെ കണ്ടെത്തും? നമ്മുടെ എക്സ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന പുതിയ വിഭാവനം എന്താണ്? ഇതൊക്കെ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അതിൽ ഈ സർക്കാരിന് വല്ല പദ്ധതി ഉണ്ടോ? അതോ ഈ ട്രംപ് പറഞ്ഞെന്താണ്? അവരെൻ്റെ പല രാജ്യങ്ങളും വന്നെൻ്റെ പിൻഭാഗത്ത് ഉമ്മ വയ്ക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറച്ചുകൂടി മോശമാക്കാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളുണ്ടോ ഇല്ലയോ? നമ്മുടെ കൗണ്ടർ പ്ലാൻസ് എന്താണ്? നമ്മളതോ ബെഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇത് റിയൽ ഫ്രണ്ടായിട്ടുള്ള അദ്ദേഹം പറയുകൂടി വേണം. കാരണം ഇന്ത്യ നേരിട്ടിത് അനുഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചൈനയെപ്പോലെ അങ്ങനെ പിടിച്ചു നിൽക്കാത്ര എന്തുമാത്രം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ആ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ശ്രദ്ധ. സോ നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു പുതിയ ലോകക്രമത്തിനകത്ത് പുതിയൊരു കുഴപ്പത്തിൽ നമ്മൾ പെട്ടിരിക്കുന്നു എന്ന ചിന്തയും അതിനുള്ള പ്ലാനും ഉണ്ടാവണം. അത് വേറെ കാര്യമാണ്.